ഹായ് ഫ്രണ്ട്സ്, ഫിലിപ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കയ്യിൽ അതുപോലെ ഒരു 15 Pro ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഏകദേശം 12-13 വർഷം മുമ്പ് ഇറങ്ങിയുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വലുപ്പം കണ്ടില്ല, നല്ല വ്യത്യാസം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കമ്പാരിസണും കാര്യങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സ്ക്രീനൊക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വലുതായി വന്നിട്ടുണ്ട്. മാക്സൊക്കെ ആണെങ്കിൽ ഇതിലാറൊന്നും കൂടി വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് അതുപോലെ ആദ്യത്തിൽ ഫിംഗറും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോൾ നമുക്കത് ഫേസ് ഐഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഈ ഒരു ക്യാമറൻ്റെ അവിടെ നോക്കിയാൽ ഇപ്പോഴത്തെ 15 Proൻ്റെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു വലിപ്പമേ ഉള്ളൂ അന്നത്തെ ക്യാമറയ്ക്ക്. പിന്നെ നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈലൻറ്റ് ബട്ടൺ ആണ്. അത് 14 സീരീസ് വരെ അതുപോലെ ഒരു സ്ലൈഡ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു ബട്ടൺ ആയിട്ടുണ്ട്. പിന്നെ അതൊരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഏരിയ ഉണ്ടാ. ചാർജിങ്ങിൻ്റെ ഒരു ഭാഗം നോക്കുക, ആദ്യത്തെ ചാർജർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചാർജറാണ്. ഇപ്പോഴത്തെ ചെറുതായി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ ചാർജറിൻ്റെ 3 ഇരട്ടി വലിപ്പം പോലും ഏകദേശം ആദ്യത്തെ ചാർജറിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ഓൺ ബട്ടൺ നോക്കുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ മേലെ ഇരുന്നിട്ട് വന്നിരുന്നത്, ഫോണിൻ്റെ തൊട്ട് മേലായിട്ടാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് സൈഡ് കാണാൻ ഏകദേശം 7 സീരീസ് മുതൽ സൈഡിലായി വരുന്നുണ്ട്. പിന്നെ അതിൽ മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇയർഫോണിൻ്റെ ഈ ഒരു ഓപ്ഷൻ എടുത്ത് ഒഴിവാക്കിയത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇത് നല്ലൊരു ഉപകാരമുള്ള സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു കുഞ്ഞൻ ഫോൺ കണ്ടില്ല, കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗിയായിട്ട് കൂടുതൽ പറ്റിയത് ആകെ 16 GB കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും കാര്യങ്ങളും പറ്റുമല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ.